കേരളത്തിലെ വിധവകളെ സംരക്ഷിക്കാൻ ബന്ധുക്കൾക്ക് 1000 രൂപ നൽകുന്ന പദ്ധതി അഭയകിരണം. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള പദ്ധതി പരിരക്ഷ. നിള ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്നത് പൊന്നാനിയിൽ. കേരളത്തിലെ 13ാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് എവിടെ? കോന്നി, പത്തനംതിട്ട. കേരളത്തിലെ 13ാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആലപ്പുഴയിൽ ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റലൈസ്ഡ് പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റലൈസ്ഡ് പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ NCC നേവൽ ട്രെയിനിങ് സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്ത് സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ NCC നേവൽ ട്രെയിനിങ് സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്ത് സ്ഥാപിതമായി. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എവിടെ? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എവിടെ? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെ? മാടക്കത്തറ. കേരളത്തിൽ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെ? മാടക്കത്തറ. ജാതി വിവേചനം നിലനിന്നിരുന്ന ബാർബർ ഷോപ്പുകളുടെ ലൈസൻസ് പഞ്ചായത്ത് റദ്ദാക്കിയത് എവിടെ? ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ. ജാതി വിവേചനം നിലനിന്നിരുന്ന ബാർബർ ഷോപ്പുകളുടെ ലൈസൻസ് പഞ്ചായത്ത് റദ്ദാക്കിയത് എവിടെ? ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ. ജീവിതശൈലീ രോഗം നിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ജീവിതശൈലീ രോഗ നിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ അവാർഡ് ലഭിച്ചത് കേരളത്തിനാണ്. ഈ വർഷത്തെ പ്രസംഗ ഏഷ്യ ട്രാവൽ അസോസിയേഷനും ഗ്രാൻഡ് പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം. ഹ്യൂമൻ ബൈ നേച്ചർ എന്ന പ്രചാരണ പരിപാടിയിലൂടെയാണ് ഈ പുരസ്കാരം കേരളം നേടിയത്. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ഗ്രേറ്റ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങുപാറയിൽ. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ഗ്രേറ്റ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങുപാറയിൽ. ഷിപ്പിംഗ് മേഖലയിലെ പ്രഥമ പരിസ്ഥിതി സൗഹൃദ കമ്പനി ബഹുമതി നേടിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഷിപ്പിംഗ് മേഖലയിലെ പ്രഥമ പരിസ്ഥിതി സൗഹൃദ കമ്പനി ബഹുമതി നേടിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. രാജാ കേശവദാസ് സ്മാരക ആർട്ട് ഗ്യാലറി നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലാണ്. രാജാ കേശവദാസ് സ്മാരക ആർട്ട് ഗ്യാലറി നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിൽ.
പ്രഥമ അക്ഷര കേരളം പുരസ്കാരം നേടിയ പഞ്ചായത്ത് വെള്ളറട ഗ്രാമപഞ്ചായത്ത്. പ്രഥമ അക്ഷര കേരളം പുരസ്കാരം നേടിയ പഞ്ചായത്ത് വെള്ളറട ഗ്രാമപഞ്ചായത്ത്. കേരള ലളിതകല അക്കാദമി ഏർപ്പെടുത്തിയ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് പാരിസ് വിശ്വനാഥൻ 2018. കേരള ലളിതകല അക്കാദമി ഏർപ്പെടുത്തിയ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് പാരിസ് വിശ്വനാഥൻ 2018. BD ദത്തൻ 2019. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. KSRTC ആരംഭിച്ച പാഴ്സൽ സർവീസിന്റെ പേര് KSRTC ലോജിസ്റ്റിക്സ്. KSRTC ആരംഭിച്ച പാഴ്സൽ സർവീസിന്റെ പേരാണ് KSRTC ലോജിസ്റ്റിക്സ്. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരു സർവകലാശാല കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയാണ് കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ശ്രീനാരായണ ഗുരു സർവകലാശാല. 44ാം വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രന്. ഒരു വെർജീനിയയിലെ വേനൽക്കാലം എന്നതാണ് കവിതാ സമാഹാരം. 44ാം വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ എന്ന കവിക്കാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പേരാണ് ഒരു വെർജീനിയയിലെ വേനൽക്കാലം. ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാടാണ്. ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാടാണ്. സംസ്ഥാനത്തെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലയിലെ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്താണ് സംസ്ഥാനത്തെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ് ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കരവാരം പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത്. ഹരിത സമൃദ്ധി പഞ്ചായത്ത് കരവാരം പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് പഞ്ചായത്താണ്. ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ്. എന്നാൽ കേരളത്തിലെ ആദ്യ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് വടകര ബ്ലോക്ക് പഞ്ചായത്താണ്. ആദ്യ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് വടകര ബ്ലോക്ക് പഞ്ചായത്താണ്. ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ. ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ്. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്.